പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ്. വാട്ട് ഈസ് ക്യാപിറ്റൽ മാർക്കറ്റ്? ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ്. വെർ ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് സച്ച് ആസ് ഇക്വിറ്റി ഷെയർ, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, അതർ സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ്. ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകളായിട്ടുള്ള ഇക്വിറ്റി ഷെയർ, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, അതർ സെക്യൂരിറ്റികളൊക്കെ ട്രേഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ മാർക്കറ്റ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റുകൾ. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഷെയറുകളൊക്കെ നമുക്ക് അറിയുന്നതാണ്, കേട്ട് മനസ്സിലാക്കിയാൽ. ഇറ്റ് സെർവ്സ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ റൈസിംഗ് ലോങ് ടേം ഫണ്ട് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ടു ഫിനാൻസ് ബിസിനസ് എക്സ്പാൻഷൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതർ ക്യാപിറ്റൽ ഇന്റൻസീവ് ആക്ടിവിറ്റീസ്. ഇങ്ങനെ കിട്ടുന്ന ഫണ്ടുകൾ ഇൻവെസ്റ്റേഴ്സ് എന്തിലേക്കാണ് ഫിനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ഷെയർ വിറ്റ് കഴിഞ്ഞാൽ അത് വാങ്ങുമ്പോൾ അത് വാങ്ങുന്ന ആൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്. ഇങ്ങനെ കിട്ടുന്ന ഫണ്ട് ഒരു കമ്പനിക്ക് കിട്ടുന്ന ഫണ്ട് എന്ത് ചെയ്യുക, അവരുടെ ബിസിനസ് എക്സ്പാൻഷനും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതർ ക്യാപിറ്റൽ ഇന്റൻസീവ് ആക്ടിവിറ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതില് ടു മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റ് ഉണ്ട്, സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് വെർ ന്യൂ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ആൻഡ് സോൾഡ് ഫോർ ദ ഫസ്റ്റ് ഡേ. നമ്മൾ ആദ്യത്തെ തവണയായിട്ട് ഒരു സെക്യൂരിറ്റി വിൽക്കുന്ന മാർക്കറ്റിനെ എന്ത് പറയാം, പ്രൈമറി മാർക്കറ്റ് എന്ന് പറയാം. ഓക്കെ, സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാൻ നിലവിലുള്ള എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റി ട്രേഡ് ചെയ്യുന്നതിന് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ, പ്രൈമറി മാർക്കറ്റിൽ ഒരു ഷെയർ വിറ്റ് കഴിഞ്ഞാൽ അടുത്ത തവണ ആ വാങ്ങിയ ആൾ എന്ത് ചെയ്യും, വിൽക്കുന്നതോടുകൂടി അത് സെക്കൻഡറി മാർക്കറ്റിലായി. ഓക്കെ, ആദ്യമായി വിൽക്കുന്നതിന് പ്രൈമറി മാർക്കറ്റും നിലവിൽ വിറ്റ് കഴിഞ്ഞത് നമ്മൾ വീണ്ടും ട്രേഡ് നടത്തുന്നതിനെ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്: ഒന്ന്, it is a long term instrument, focus on financial instrument with maturity period exceeding 1 year. 1 year കൂടുതലുള്ളതാണ് അവിടെ കൂടുതലായിട്ട് വിൽക്കാറും വാങ്ങാറൊക്കെ ഉള്ളത്. ലിക്വിഡിറ്റി offers liquidity by enabling investors to buy and sell security in the secondary market. ഇത് ലിക്വിഡിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാനും വിൽക്കാനും പെട്ടെന്ന് കഴിയും സെക്കൻഡറി മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ പണരൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. റെഗുലേഷൻ ഇതെന്ത് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിലെ നിയമ സംവിധാനങ്ങൾ, ഇന്ത്യയിൽ സെബിയാണ് ഇത് ചെയ്യുന്നത്. ട്രാൻസ്പെറൻസി എൻഷുർസ് ഫെയർ ട്രേഡിംഗ് പ്രാക്ടീസ് ത്രൂ മോണിറ്ററിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് മെക്കാനിസം. ഫെയർ ട്രേഡിംഗ് പ്രാക്ടീസ് എൻഷുർ ചെയ്യുക എന്തിലൂടെ, മോണിറ്റർ ചെയ്യുന്നതിലൂടെയും അതിൽ വളരെ കൃത്യമായിട്ട് മെക്കാനിസം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഡ് റേഞ്ച് ഓഫ് ഇൻസ്ട്രുമെന്റ്, വളരെ രീതിയിലുള്ള കുറെ ഇൻസ്ട്രുമെന്റുകളുടെ ഇക്വിറ്റി ഉണ്ട്, ബോണ്ട് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, മറ്റു പല കാര്യങ്ങളുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിസിപ്പേഷൻ, അട്രാക്ട് പാർട്ടിസിപ്പേഷൻ ഫ്രം ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബാങ്ക്, മ്യൂച്വൽ ഫണ്ട്, ഇൻഷുറൻസ് കമ്പനി അലോങ് സൈഡ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് പുറമെ വലിയ ബാങ്കുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? കൂടുതൽ ലാഭം ഉണ്ടാക്കുക. റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫേഴ്സ് വേരിയിങ് ഡിഗ്രീസ് ഓഫ് റിസ്ക് ആൻഡ് റിട്ടേൺ ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ് ട്രേഡഡ്. റിസ്കും റിട്ടേണും ഉണ്ട്. നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ റിസ്ക് ഉണ്ടായിരിക്കാം, റിട്ടേൺ ലാഭം ഉണ്ടാവും, നഷ്ടമൊക്കെ വരുന്നത് കൊണ്ട് അത് വേരി ചെയ്യും. അത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ട്രേഡ് ചെയ്ത് അതിനനുസരിച്ച് വേരി ചെയ്യും. ഇന്റഗ്രേഷൻ വിത്ത് എക്കോണമി റിഫ്ലക്ട് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഓവറോൾ എക്കണോമിക് പെർഫോമൻസ് ഓഫ് കൺട്രി. രാജ്യത്തിന്റെ എക്കണോമിക് പെർഫോമൻസിന്റെ ഒരു ഓവറോൾ സൂചികയായിട്ട് ഇത് മാറാറുണ്ട്. നമ്മളറിയാം സെൻസസ് ഇടിഞ്ഞു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഫങ്ഷൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. Functions of capital market: mobilization of savings എന്ത് ചെയ്യാം, മൊബിലൈസ് ചാനൽ സേവിങ്സ് ഫ്രം ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. ആളുകൾ സേവ് ചെയ്ത ഫണ്ട് എന്ത് ചെയ്യാണ്, ഷെയറിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യാണ്, സേവിങ്സിലേക്ക് എന്ത് ചെയ്യാണ്, മൊബിലൈസ് ചെയ്യാണ്. ഏത് കാര്യത്തിനും, പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. ഫെസിലിറ്റേഷൻ ഓഫ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ആളുകൾ എന്ത് ചെയ്യാണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താണ്. ഇതെന്ത് ചെയ്യാണ്, ഇത് ഫെസിലിറ്റേറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് പ്രൊവൈഡ് ബിസിനസ് വിത്ത് പ്ലാറ്റ്ഫോം ടു റൈസ് ലോങ് ടേം ക്യാപിറ്റൽ ഫോർ എക്സ്പാൻഷൻ, ഇന്നോവേഷൻ ആൻഡ് മോഡേണൈസേഷൻ. ഇനി ലിക്വിഡിറ്റി ക്രിയേഷൻ എൻഷുർസ് ലിക്വിഡിറ്റി ബൈ അലോയിങ് ഇൻവെസ്റ്റേഴ്സ് ടു ട്രേഡ് സെക്യൂരിറ്റി ഇൻ ദ സെക്കൻഡറി മാർക്കറ്റ്, enabling them to convert investment to cash quickly. സെക്കൻഡറി മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് നടത്തുമ്പോൾ പെട്ടെന്ന് അത് എന്ത് ചെയ്യാം, പണരൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ offers a variety investment option helping investors spread and manage financial risk. ഫിനാൻഷ്യൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് വൈഡ്
വെറൈറ്റി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇൻവെസ്റ്റേഴ്സ് സ്പ്രെഡ് ആൻഡ് മാനേജ് ഫിനാൻഷ്യൽ റിസ്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ സഹായിക്കും. പ്രൈസ് ഡിസ്കവറി ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റി ത്രൂ ഡിമാൻഡ് സപ്ലൈ ഡൈനാമിക്സ് എൻഷുറിംഗ് എഫിഷ്യന്റ് പ്രൈസിംഗ്. ഡിറ്റർമിൻസ് ദ വാല്യൂ ഓഫ് സെക്യൂരിറ്റിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതോടുകൂടി ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലാണ്. ഇതെന്താണ്, ഒരു എഫിഷ്യന്റ് പ്രൈസിംഗ് സിസ്റ്റം നൽകുന്നുണ്ട്. എൻകറേജ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ലിസ്റ്റിംഗ് റിക്വയർമെന്റ്സ് ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ദ ക്യാപിറ്റൽ മാർക്കറ്റ് എൻകറേജ് കമ്പനീസ് ടു അഡോപ്റ്റ് ഗുഡ് ഗവേണൻസ് പ്രാക്ടീസസ്. കോർപ്പറേറ്റ് ഗവേണൻസിന് ഒരു എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറന്റ് ആയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ മാർക്കറ്റ് എൻകറേജ് കമ്പനീസ് ടു അഡോപ്റ്റ് ഗുഡ് ഗവേണൻസ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പനിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരില്ല. സപ്പോർട്ട് ഫോർ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വ്യവസായ വളർച്ചക്ക് ഇത് സപ്പോർട്ട് ചെയ്ത് പ്രൊവൈഡ് ഫണ്ട് ടു ഇൻഡസ്ട്രി ഫോർ മോഡേണൈസേഷൻ എക്സ്പാൻഷൻ ഇന്നോവേഷൻ ഡ്രൈവിംഗ് ഇൻഡസ്ട്രിയൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. ആളുകൾ ഇതിലേക്ക് സ്റ്റോക്കിലും ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ഇത് എന്താണ് പല വ്യവസായങ്ങൾക്ക് ഫണ്ടായിട്ട് ലഭിക്കാം. ഇത് അവരുടെ മോഡേണൈസേഷൻ ചെയ്യാനും എക്സ്പാൻഷൻ ചെയ്യാനും ഇന്നോവേഷൻ നടത്താനും ഉപയോഗിക്കാം. ഇറ്റ് ഈസ് എ എക്കണോമിക് ഇൻഡിക്കേറ്റർ. The performance of the capital market is often seen as a reflection of country's economic health. രാജ്യത്തിന്റെ എക്കണോമിക് ഹെൽത്തിന്റെ ഒരു സൂചകമാണ് ഇതിന്റെ പെർഫോമൻസ്. ഓക്കെ, സെൻസസ് ഇടിഞ്ഞു എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടു. ഫെസിലിറ്റേറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഡെവലപ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, ഇതിലൂടെ എന്ത് ചെയ്യാണ്, പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് മ്യൂച്വൽ ഫണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി. ഇതിലൂടെ എന്ത് ചെയ്യണം, പുതിയ ഫിനാൻഷ്യൽ സർവീസ് ഡെവലപ്പ് ചെയ്യണം, എല്ലായിടത്തേക്കും വരിക. എക്സാമ്പിൾ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്, ഇക്വിറ്റി ഷെയർ ഉണ്ട്, ഡിബെഞ്ചേഴ്സ് ആൻഡ് ബോണ്ട് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഉണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഓണർഷിപ്പ് ഇൻ എ കമ്പനി വിത്ത് പൊട്ടൻഷ്യൽ ഫോർ ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ്. അത് ഓരോന്നും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ എക്കോണമി, നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളും അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ സേവ് ചെയ്ത ഐഡിയൽ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫണ്ട് എന്ത് ചെയ്യാണ്, കൺവേർട്ട് ചെയ്യാണ് എന്തിലേക്ക്, ഇൻവെസ്റ്റ്മെന്റ്, പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. എഫിഷ്യന്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സ്, ഡയറക്റ്റ് ഫണ്ട് ടു സെക്ടേഴ്സ് ആൻഡ് പ്രൊജക്ട് വിത്ത് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ഫോർ റിട്ടേൺ. ഫെസിലിറ്റേറ്റ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനുള്ള ഒരു സാഹചര്യം ഒരുക്കുക. ഒരാളെ കയ്യിൽ ഫണ്ട് ഉണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഇല്ലെങ്കിൽ ആ ഫണ്ട് എന്ത് ചെയ്യും, ഐഡിയൽ ആയിട്ട് അവിടെ കിടക്കും. അതിനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. ലിക്വിഡിറ്റി ക്രിയേഷൻ, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റികൾ സെക്കൻഡറി മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും. പ്രൈസ് ഡിസ്കവറി, ഒരു സെക്യൂരിറ്റിയുടെ ഫെയർ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. റിസ്ക് മാനേജ്മെന്റ് ഓഫേഴ്സ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ലൈക്ക് ഡെറിവേറ്റീവ് ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് റിസ്കിനെതിരെ ഹെഡ്ജ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റുകളുടെ ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റുകളൊക്കെ. പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്, രാജ്യത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് വ്യവസായങ്ങൾ മോഡേണൈസ് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക, ഇന്നോവേറ്റ് ചെയ്യുന്നതിന് ഇത് സഹായകരമാണ്. പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അടുത്ത് എക്കണോമിക് ഇൻഡിക്കേറ്റർ, ഇറ്റ് ഈസ് എ ബാരോമീറ്റർ ഓഫ് എക്കണോമിക് ഹെൽത്ത്. എൻകറേജ്മെന്റ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇത് എന്തുണ്ട്, എൻകറേജ്മെന്റ് ചെയ്യുന്നത്. അതിലൂടെ ഫോറിൻ ക്യാപിറ്റൽ ത്രൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡെവലപ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെവലപ്മെന്റ്, പുതുതായിട്ട് കുറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെ പ്രൊമോട്ട് ചെയ്യുന്നതോട് കൂടി തന്നെ അവിടെ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. വെൽത്ത് ക്രിയേഷൻ ഫോർ ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാണ്, ഡിവിഡൻഡിലൂടെ, ഇൻട്രസ്റ്റിലൂടെ, ക്യാപിറ്റൽ അപ്രീസിയേഷനിലൂടെ ലാഭവിഹിതമായിട്ടൊക്കെ ലഭിക്കുന്നത് അവർക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യും. പ്രൊമോഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ കമ്പനി ഇതിൽ ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വളരെ കൃത്യമായിട്ട് സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്യാൻ അവർക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കണം. ബ്രിഡ്ജിംഗ് ഫിനാൻഷ്യൽ ഗ്യാപ്പ്, അഡ്രസ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർ ആൻഡ് സപ്ലൈ ഓഫ് ഫണ്ട്. ആളുകളെ കയ്യിൽ ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികൾ ഫണ്ടിക്ക് ആവശ്യമുണ്ട്, പല ആളുകളെ കയ്യിൽ ഫണ്ട് ഉണ്ട്, സപ്ലൈ ഓഫ് ഫണ്ട്. ഇതിനുള്ള ഒരു ഗ്യാപ്പിന് അതിനിടയിലുള്ള ഒരു പാലമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നിങ്ങൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രക്ചർ ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ചാണ്. ഓക്കെ, താങ്ക് യു.